കരൂർ ദുരന്തത്തിൽ ആദ്യ അറസ്റ്റ്. ടിവിക്ക് കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകിനെയാണ് ഒളിവിൽ കഴിയവെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അതിനിടെ വിജയുടെ നേതൃത്വത്തിൽ ടിവിക്ക് നേതാക്കൾ യോഗം ചേർന്നു. ഉച്ചയ്ക്ക് തുടങ്ങിയ യോഗം രാത്രി 8 മണി വരെ നീണ്ടു. വിവരങ്ങൾ അജ്മൽ ദിറാർ നൽകും. അജ്മൽ, എവിടെ നിന്നാണ് ഇപ്പോൾ മതിയഴകനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? ദിവ്യ, കരൂരിലുണ്ടായ ഒരു മഹാദുരന്തത്തെ സംബന്ധിച്ച് നമുക്കിപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് തമിഴ്നാട് TVKയുടെ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ TVKക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് മുതൽ മതിയഴകൻ ഒളിവിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പോലീസ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ അദ്ദേഹം ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ ഇതാ TVKയുമായി ബന്ധപ്പെട്ട കരൂരിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ അറസ്റ്റ് തന്നെ ഈ മതിയഴകന്റെ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. മതിയഴകനെ ഇപ്പോൾ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വിജയുടെ നേതൃത്വത്തിൽ TVKയുടെ യോഗം അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 8 മണിയോടുകൂടിയാണ് ഉച്ചയ്ക്ക് തുടങ്ങിയ യോഗം അവസാനിച്ചത്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ മീഡിയ വണ്ണിൽ ലഭിച്ച തമിഴ്നാട്ടിൽ ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇട്ട FIR നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് തന്നെ വിജയ്ക്കും TVKയ്ക്കും എതിരായ ഗുരുതര ആരോപണങ്ങളാണ്. 25,000 പേർ പങ്കെടുത്ത പരിപാടിക്ക് പോലീസ് അനുമതി നൽകിയത് 10,000 പേരെ സംഘടിപ്പിക്കാനായിരുന്നു. പക്ഷേ അതിന് 25,000 പേർ പങ്കെടുത്തിരുന്നു. അതുകൂടാതെ ഈ സംഘടിച്ച ആളുകൾക്ക് വേണ്ടി ഏതൊരു തരത്തിലുള്ള ആരോഗ്യ സുരക്ഷയോ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളോ വെള്ളമോ പോലും എത്തിച്ചില്ലായിരുന്നുവെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. വിജയെ കാത്ത് മണിക്കൂറുകളോളം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിജയെ കാത്ത് ആളുകൾ 4 മുതൽ 5 മണിക്കൂർ വരെ കാത്തു നിന്നു തമിഴ്നാട്ടിലെ ഈ അത്യുഷ്ണത്തിൽ പോലും എന്ന് പോലീസ് തന്നെ ചൂണ്ടിക്കാട്ടുന്നു. പോലീസിന്റെ അനുമതിയില്ലാതെ വിജയ് റോഡിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഈ ഒരു പരിപാടിയെ ശക്തിപ്രകടനമാക്കി കണ്ട് ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ ബോധപൂർവ്വം 4 മണിക്കൂർ വൈകി അവിടേക്ക് എത്തിയെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ആ വിധത്തിൽ വിജയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു FIR ആണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ആദ്യ അറസ്റ്റാണ് ഉണ്ടായിട്ടുള്ളത്. FIR-ലാണെങ്കിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ. കൂടുതൽ അറസ്റ്റ് ഉടനുണ്ടാകുമോ? കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ദിവ്യ പ്രതീക്ഷിക്കുന്നത്. കാരണമെന്ന് പറഞ്ഞാൽ വിജയ്ക്കെതിരെ തമിഴ്നാട്ടിലെ ജനരോഷം വലിയ തോതിൽ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തമിഴ്നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ വിജയ്ക്കെതിരെ പോസ്റ്ററുകൾ പതിച്ചിരിക്കുകയാണ്. ഇത് DMK പ്രവർത്തകരാണ് ചെയ്തതെന്ന് TVK ആരോപിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലുള്ള ആരോപണം എന്നതിനപ്പുറം അത് പൊതുവിലുള്ള തമിഴ്നാട്ടിന്റെ ജനവികാരം എന്ന നിലയിൽ തന്നെ കണ്ടാൽ മതി. അതുകൂടാതെ വിജയുടെ വീടിനെതിരെ ബോംബ് ഭീഷണി ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ തമിഴ്നാട്ടിലെ ജനങ്ങളെ നമുക്ക് ഇപ്പോൾ ഉച്ചയ്ക്ക് വന്ന വാർത്ത അനുസരിച്ച് 41 പേർ ഈ ദുരന്തത്തിൽ മരിച്ചിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ ഒരു വിധത്തിലുള്ള ഒരു മാനുഷിക ദുരന്തത്തിലേക്ക് പോയ വിജയുടെ ഈ ഒരു പരിപാടിയുടെ പേരിൽ വിജയെ സ്വാഭാവികമായും വിജയുടെ പാർട്ടി പ്രവർത്തകരെ കൂടുതൽ അറസ്റ്റിലേക്ക് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.